ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോർണിംഗിൽ എണീറ്റ ഉടനെ എങ്ങനെയാണ് സ്കിന്ന് കെയർ ചെയ്യേണ്ടത്? നമ്മൾ ഡെയിലി വീട്ടിലിരിക്കില്ല, അതെന്തിനാ സ്കിന്ന് കെയർ ചെയ്യണേ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും സ്കിന്ന് കെയർ ചെയ്യണം. കാരണം പല രീതിക്കും നമ്മുടെ സ്കിന്നിൽ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സ്കിന്ന് കെയർ ചെയ്യണം. അതേപോലെ തന്നെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനും ഉണ്ട്. ഇത് മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മോർണിംഗിൽ എണീറ്റ ഉടനെ ബ്രഷൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ഫേസും കൂടെ കെയർ ചെയ്യണം. ഫേസ് കെയർ ചെയ്യുമ്പോൾ നമ്മൾ നല്ല മൈൽഡ് ഫേസ് വാഷ് വെച്ചിട്ട് ആദ്യം മുഖം ഒന്ന് വാഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളൊരു കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടാബ് ചെയ്ത് കൊടുക്കുക. റഫായിട്ട് ഒരിക്കലും നമ്മളെ മുഖം നമ്മൾ ക്ലീൻ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ റാഷസ് വരാനും ബ്ലാക്ക് സ്പോട്ട് വരാനും ഒക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഉപ്പെടുക്കുക മാത്രം ചെയ്താൽ മതി. അത് ടിഷ്യൂ കൊണ്ടായാലും ഒരു കോട്ടൻ്റെ ക്ലോത്ത് ആയാലും അങ്ങനെ തന്നെ ചെയ്യണം. ഇപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യം തന്നെ ആവും, ഇങ്ങനെ റഫായിട്ട് തോത്തരുത് എന്നുള്ളതൊക്കെ അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ടോണർ എന്ന് പറഞ്ഞാൽ റോസ് വാട്ടർ ഇല്ലേ, അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു സിമ്പിൾ വേ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ടോണർ അപ്ലൈ ചെയ്യുക, പിന്നെ സൺസ്ക്രീന്, മോയ്സ്ചറൈസർ, നിങ്ങൾ ഏത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് അത്, മോയ്സ്ചറൈസർ, അതുപോലെ ലിപ് ബാം, ഇത് മതി. ഇതൊരു സിമ്പിൾ വേ ആണ്. ക്രീമും കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ഹോം റെമഡീസ് ഉണ്ട്. അതും ഞാനൊരു വേറെ വീഡിയോയിൽ ഇടുന്നുണ്ട്, ഹോം റെമഡീസിൽ എങ്ങനെയൊക്കെ സ്കിന്ന് കെയർ ചെയ്യുക എന്നുള്ളത്. ഒരു സിമ്പിൾ വേ ആട്ടോ ഞാനിപ്പോൾ പറഞ്ഞതൊരു സിമ്പിൾ വേ ആണ്. അതായത് ടോണർ, സൺസ്ക്രീന്, മോയ്സ്ചറൈസർ, ലിപ് ബാം, ഇതൊരു സിമ്പിൾ വേ ആണ്. ഇനി ഞാൻ ചെയ്യുന്നതും സിമ്പിൾ വേ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഒന്നും കൂടി സിമ്പിളായിട്ട് തോന്നും മേ ബി ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു സ്റ്റെപ്പാണ്. ഞാൻ ചെയ്യുന്നൊരു സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുക, എൻ്റെ ഹെയർ ഒന്ന് സെറ്റാക്കുക എന്നുള്ളതാണ്. ഞാൻ മോർണിംഗിൽ എണീറ്റ ഉടനെ ബ്രഷൊക്കെ ചെയ്ത് ഒരു മൈൽഡ് ഫേസ് വാഷ് വെച്ചിട്ട് മുഖം കഴുകിയതിന് ശേഷം ഞാൻ ഹെയർ ഒന്ന് കോംബ് ചെയ്തിട്ട് നമ്മളെ ചിക്കൊക്കെ ഉണ്ടല്ലോ, കെട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കളയും, ഒന്ന് ഹെയർ സെറ്റാക്കി വെക്കും. അതിന് ശേഷം ഈ ആൽപ്സ് ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടറാണ് ഞാൻ സ്പ്രേ ചെയ്യൽ. എന്നിട്ട് ഹെയർ ഒന്ന് കെട്ടി കൊടുക്കും. ഓക്കെ, എന്നിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞു ടോണർ, ഇത് ബഞ്ചാരാസിൻ്റെ റോസ് വാട്ടറാണ്. ഇതാണ് ഞാൻ അപ്ലൈ ചെയ്യൽ. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് മസാജും ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അതൊന്ന് ഡ്രൈ ആയിട്ട് ഞാൻ ഇടുന്ന സാധനം എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസറാണ്. ജെൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനാണ് നല്ലത്. പക്ഷെ ഇത് നല്ല ഓയിലി ആയിട്ട് നിൽക്കുന്നൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ നല്ല ഗ്ലോ തരും. ഓക്കെ, നാച്ചുറൽ ഗ്ലോ എന്ന് പറയില്ലേ, ആ ഒരു സംഭവം തരും ഈ ഒരു മോയ്സ്ചറൈസർ. അതാണ് അപ്ലൈ ചെയ്യൽ. അത് അപ്ലൈ ചെയ്തതിന് ശേഷം 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യൽ. ഇത് SPF 50+ ആണ്. നയാസിനിമയുടെ വിറ്റാമിൻ B5, വിറ്റാമിൻ F ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ എല്ലാ സ്കിൻ ടൈപ്പിനും മാച്ചായിട്ടുള്ളൊരു സ്ക്രീനാണ് മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ. ഇതാണ് ഞാൻ അപ്ലൈ ചെയ്യാറുള്ളത്. ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റിന് ശേഷമാണ് പിന്നെ ഞാൻ ഈ ഒരു സെറം അപ്ലൈ ചെയ്യൽ. ഇത് ഡെർമാക്കോൻ്റെ 2% കോജിക് ആസിഡ് ഫേസ് സെറമാണ്. ഡാർക്ക് സ്പോട്ടിനും പിഗ്മെൻറ്റേഷനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സെറമാണ്. ആൽഫാബോട്ടിൻ 1% ഉണ്ട് ഇതിൽ, കോജിക് ആസിഡ്, നയാസിനിമൈഡ്, ഡേ പ്ലസ് നൈറ്റ്, അതായത് ഡേയിലും നൈറ്റിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു സെറം അപ്ലൈ ചെയ്യാറുണ്ട്. ഈ ഒരു ലിപ് ബാമാണ് അപ്ലൈ ചെയ്യൽ, മെലാലൂമിൻ്റെ. ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സും വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എപ്പോഴും ഞാൻ ഇത് തന്നെയല്ല യൂസ് ചെയ്യൽ. ചില സമയം ഞാൻ ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യും. ഇത് റിവോണൻ്റെ നാച്ചുറൽ സ്ട്രോബെറി ലിപ് ബാമാണ്. ഇത് നല്ല ലിപ്പ് ഭയങ്കര മോയ്സ്ചറൈസിങ് ആവാനും അതുപോലെ ലിപ്പ് പൊട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ലിപ് ബാമാണ്. അപ്പം ഇത് ലിപ്പ് ലൈറ്റനിങ്ങിനാണ്. അപ്പം ഞാൻ ലിപ് ബാം ഇടും. ലിപ് ബാം ഇട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കുക്കിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യും.
വീക്കിലി എല്ലാ ദിവസവും യൂസ് ചെയ്യലില്ല. ഇതൊരു 3 ടൈം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു 3 ടൈം അങ്ങനെയാണ് യൂസ് ചെയ്യൽ. ഇടവിട്ടാണ് യൂസ് ചെയ്യൽ. ലിബാം യൂസ് ചെയ്യൽ. പിന്നെ ഇതിൻ്റെ കാര്യം പറഞ്ഞാലോ വീക്കിലി 2 ടൈം മാത്രമാണ് ഞാൻ യൂസ് ചെയ്യൽ. അപ്പോൾ ഇതാണ് നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീന്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് പൊതുവെ മോർണിംഗിൽ സ്കിൻ കെയർ ചെയ്യാറുള്ളത്. വീക്ക്ലി 6 ഡേയ്സ് ഇത് ചെയ്യുന്നുണ്ട്. 7ാമത്തെ ദിവസം ഞാൻ ഹോം റെമഡിയാണ് ചൂസ് ചെയ്യാറുള്ളത്. ആ ഹോം റെമഡിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, കമൻറ്റിൽ പറയാം. അത് ഞാൻ എന്തായാലും വീഡിയോ ഇടാം. ഓക്കെ. അപ്പോൾ നമ്മളെപ്പോഴും നൈറ്റിൽ അതുപോലെ മോർണിംഗിലൊക്കെ സ്കിൻ കെയർ ചെയ്യണം. അതുപോലെ നമ്മൾ പുറത്ത് ഇറങ്ങുമ്പോഴും നമ്മൾ പ്രെപ്പിങ്ങും കാര്യങ്ങളും ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് മേക്കപ്പ് ഇടാനും. എന്നാൽ മാത്രമേ സ്കിൻ അതുപോലെ തന്നെ നിൽക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടും, പിഗ്മെൻറ്റേഷൻ കൂടും. അങ്ങനെ പിഗ്മെൻറ്റേഷൻ കൂടി ഇങ്ങനെ മുഖത്തിങ്ങനെ ബ്ലാക്ക് ഡോട്ട് ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മോർണിംഗിലും സ്കിൻ കെയർ ചെയ്യണം, നൈറ്റിലും സ്കിൻ കെയർ ചെയ്യണം. അതുപോലെ പുറത്ത് പോകുമ്പോഴും പ്രെപ്പിങ്ങും കാര്യങ്ങളും സ്കിൻ കെയർ ചെയ്തിട്ട് വേണം മേക്കപ്പും കാര്യങ്ങളും ഇട്ടിട്ട് പുറത്തിറങ്ങാൻ. ഇതൊക്കെ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളെ സ്കിന്നിനെ ശ്രദ്ധിക്കുക, സ്നേഹിക്കുക. ഓക്കെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കണോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.